ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടൂർ പോയതിന്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ എല്ലാവരും കണ്ടിട്ട് തിരിച്ചു വായു. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. മൂന്നാർ റൂട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പാർക്കാണ് ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് പറഞ്ഞ ഈ ഒരു എക്കോ പാർക്ക്. നമ്മൾ ഗേറ്റ് കടന്ന് അകത്ത് കയറാനായിട്ട് സെക്യൂരിറ്റി ഇത് നമ്മുടെ കയ്യിലേക്ക് ഒരു ടാഗ് ഒക്കെ കെട്ടി തന്നു. ഏത് പ്രായക്കാർ കയറിയാലും ഒരുപോലെ എൻജോയ് ചെയ്യാനുള്ള രീതിയിലാണ് ഈ പാർക്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ ഒരു പാർക്കിലേക്ക് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കയറാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായി ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഈ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗേറ്റ് കടന്ന് കയറി ചെന്നപ്പോൾ തന്നെ ഫിഷിനെ ഫീഡ് ചെയ്യാനായിട്ട് കുറച്ച് ഫുഡ് കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചു ചുമ്മാ അക്വേറിയത്തിലേക്ക് ഫുഡ് ഇട്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ വിചാരിച്ചോളൂ. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആ മീനുകളെ തൊട്ടും തലോടിയും എല്ലാം നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റുട്ടോ. നമ്മുടെ കൂടെയുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് എൻജോയ് ചെയ്തത്. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ വാച്ചും ഉള്ളതുകൊണ്ട് ഞാൻ കൈ വെള്ളത്തിലേക്ക് പൊക്കിയില്ല, ഫുഡ് ഇതേ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. കുട്ടികളെ പോലെ തന്നെ നമ്മളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കണ്ട ഇവന്മാരെയൊക്കെ ഇതുപോലെ തുറന്നു വിട്ടേക്കാണേ. താഴെ നോക്കി നടന്നില്ലെങ്കിൽ ഇവന്റെ ഒരു കടി എനിക്ക് ഇപ്പൊ തന്നെ കിട്ടിയാനെ. ഇവനെയും ഇതുപോലെ അഴിച്ചു വിട്ടേക്കാട്ടാ. ആദ്യമായിട്ടാണ് ഇത്ര അടുത്തൊരു ഇഗ്വനെ ഞാൻ കാണുന്നത്. പാർക്കിലെ ഒരു സ്റ്റാഫ് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് സീഡുകൾ കൊണ്ടു തന്നു. പിന്നെയുള്ള കാഴ്ച ഇതാണ്. ഉണ്ണിക്കുട്ടൻ ഒരു പാരറ്റിന്റെ ഫ്രഞ്ച് കിസ് അടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി, പക്ഷെ നടന്നില്ല. അവൻ ആളത്ര വെടുപ്പല്ല എന്ന് മനസ്സിലാക്കിയ പാരറ്റ് നേരെ അഖിലേന്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ബ്രിഡ്ജും ഒരു വാട്ടർഫോൾസും അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ.
അത്ര റീച്ച് വരില്ല. ഈ ഒരു ലെവൽ വരെ വരുള്ളൂ. കടിക്കും അവര് കടിക്കുന്ന ഈ കാണിക്കുന്ന കടിക്കാനുള്ളതല്ല. അവർ ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ കയ്യിൽ ലീഫ് കണ്ടല്ലോ, ഇത് അവരുടെ ഫുഡിന്റെ പാർട്ടും കൂടെ അല്ല. അവരുടെ ആക്ച്വൽ ഫുഡ് ഉള്ളിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. പക്ഷെ ആ ഗ്രീൻസ് എപ്പോഴും നല്ലതാണ്, വയറിന് നല്ലതാണ്, ഡൈജഷനും നല്ലതാണ്. അപ്പൊ അവർ ആ ഒരു മോഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ ബ്രെയിൻ അല്പം ചെറുതാണ്. ആ കണ്ണ് കണ്ടില്ലേ, ആ കണ്ണിനെ കാട്ടി ചെറുത് ഇവരുടെ ബ്രെയിൻ. അപ്പോൾ ഇവർ ആ ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസേൺ സിഗ്നൽ അവരുടെ അടുത്ത ബോഡി പാർട്ടിലേക്ക് പോകുന്നവരെ അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ പാവങ്ങൾ ഈ ആക്ടിൽ ഏർപ്പെടുന്നത്. നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടിലേക്ക് നമ്മൾ കയറ്റി വിടും കേട്ടോ. പക്ഷെ ഞാനൊരു പേടിത്തൊണ്ടരായതുകൊണ്ട് ഞാൻ കയറിയില്ല. ഒരു കുതിരസവാരി വഴി ഈ ഒരു പാർക്ക് മുഴുവനായിട്ട് ചുറ്റി കാണണമെങ്കിൽ അതും അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സെക്ഷനിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ഇതല്ല ഇതിന്റെ കോമഡി. ഇവർ കൂടുകളിൽ മാത്രമല്ല, നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാഫ് വന്ന് കൂട് തുറന്ന് ഇവരെ പുറത്തെടുത്ത് തോളിലോ ചെവിയിലോ തലയിലോ എവിടെ വേണേലും വെച്ച് തരും. എനിക്കതിനുള്ള ധൈര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. പാമ്പിനെ എടുത്ത് തോളിലിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഉണ്ണിക്കുട്ടൻ വന്ന് അവന്റെ കഴിവ് തെളിയിച്ചു. ചെസ് നമ്പർ 2 ശില്പയും അവളുടെ കഴിവ് തെളിയിച്ചു. എന്തിനേറെ പറയുന്നു, ചാച്ചപ്പം പോലും ആ പാമ്പിനെ എടുത്ത് കളിക്കാൻ തുടങ്ങി. ചാച്ചപ്പനുണ്ടായ ധൈര്യം പോലും എനിക്കുണ്ടായില്ലല്ലോ ദൈവമേ എന്നായിരുന്നു എന്റെ ഉള്ളിൽ. നമ്മൾ മയിലുകളെ കണ്ടിട്ടുണ്ടെങ്കിലും മയിൽ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലല്ലോ. ആ കണ്ടോളൂ, മയിൽ കുഞ്ഞുങ്ങൾ മെയിലും ഫീമെയിലും ഉണ്ട്. ഇന്ത്യയിൽ അധികം കണ്ടുവരാത്ത ഒരു തരം കുറുക്കനാണ്. ഒന്നര ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയൊരു ഗാർഡൻ തന്നെ ഇവർക്കുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ കാണാത്തതായ ഒത്തിരി ചെടികളും മരങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ പാർക്കിനകത്ത് എങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് എൻട്രി ചെയ്യാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. മൂന്നാർ അടുത്ത് മുടിപ്പാറ എന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കാനുള്ള റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ റിസോർട്ട് ബുക്ക് ചെയ്യുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ എക്കോ പാർക്കിലേക്കുള്ള ഫ്രീ എൻട്രി. അതുമാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, DJ, ക്യാമ്പ് ഫയർ, ഇൻഫിനിറ്റി പൂൾ, 2 വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രക്കിംഗ്, താമസമടക്കം ഇതെല്ലാം കൂടി 2000 രൂപ ആകുന്നുള്ളൂ. ഇതാണ് എന്നെ അതിശയിപ്പിച്ചത്. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റിസോർട്ട് ഏതാണെന്ന് അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? അപ്പോൾ അതറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം.
പൂജകൾ പോയി തന്തിരത്താലേ താരാലേ തന്തിരത്താലി നാലി നാരാലേ മാണിക്കച്ചിറകുള്ള മാറത്തിൽ കുറിയുള്ള ആയാടി പക്ഷിക്കൂട്ടം വന്നു പോയി കാണുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴയിൽ കണ്ടു മലനിര ഓഹോയ് കണ്ടു താഴ്വര മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും ഓയ് തന്തിരത്താനേ താരാനേ തന്തിരത്താനി നാനി നാരേ ഓയ് തന്തിരത്താനേ താരാനേ തന്തിരത്താനി നാനി നാരേ. അപ്പോ നമ്മള് പാർക്ക് മൊത്തം ചുറ്റിക്കണ്ടു. ഇനി നമ്മള് റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ റിസോർട്ടിൽ ചെന്നിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടുള്ള വിശേഷങ്ങളായിരിക്കും ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ രാഹുൽ മോഹൻ.